എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. ഏതൊരു വിഭവം തയ്യാറാക്കി എടുക്കാൻ പോകുമ്പോഴേക്കും അതിന്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചേർക്കേണ്ടതുണ്ട്. അതിലൊരു പ്രധാനമായിട്ടും നമ്മൾ ചേർക്കുന്ന ഒരു ചേരുവയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് അല്പം നമുക്ക് ബുദ്ധിമുട്ടാണ്, എങ്കിലും നമ്മൾ നിത്യവും തയ്യാറാക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരു പെരുന്നാൾ ദിനത്തില് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനൊരു സൂത്രം കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പാചകത്തിലേക്കും ചേർക്കാനും എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ? വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ? ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ വെളുത്തുള്ളിയും ഇത് തോലോടുകൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ആ ഒരു ഞെട്ടുഭാഗമൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിരിക്കുവാണ്. കൂടാതെ ഞാനിതിലേക്ക് ഒരു 300 ഗ്രാം അളവിൽ ഇഞ്ചിയുമാണ് തോലെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇതിൽ ധാരാളം പൊടിയും അഴുക്കൊക്കെ ഉണ്ടാകും. അതെല്ലാം നല്ലവണ്ണം തന്നെ തിരുമ്മി കഴുകി എടുത്തതിന് ശേഷമായിരിക്കണം നമുക്ക് വെള്ളമെല്ലാം കളഞ്ഞ് എടുക്കേണ്ടത്. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും വൃത്തിയായിട്ട് തന്നെ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുക്കുന്നതിനായിട്ട് കുറേശ്ശെ നമുക്കൊന്ന് വാരി മിക്സി ജാറിലേക്ക് മാറ്റാം. ഒറ്റയടിക്ക് തന്നെ നമ്മൾ നിറച്ചരച്ചെടുക്കരുത്, കുറേശ്ശെ ആയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെയാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും ഇതുപോലെ തന്നെ കറക്കിയെടുത്തിട്ട് വരാം. അങ്ങനെ രണ്ടാമത് ഞാനിവിടെ കറക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് നമുക്കിത് ഉണക്കിയും കൂടി എടുക്കണം. അപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിവിടെ ഉണക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല മുരുമുരാന്ന് തന്നെ നമുക്കിവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാനിത് 1 കിലോ അളവിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ 2 ദിവസം എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ 2 ദിവസത്തിന്റെ ഒന്നും ആവശ്യമൊന്നും വരുന്നില്ല. ഇനിയിപ്പോ ഇഞ്ചി വെളുത്തുള്ളി ഉണക്കിയത് നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൗഡർ ഫോം ആക്കിയിട്ട് വരാം. ഇനിയിപ്പോ നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ചെയ്യാം. നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. 2 തവണകൾ കൊണ്ടാണ് നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. ഇതുപോലെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതിലേക്ക് തന്നെ ചേർത്ത് പൊടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിക്കുവാണെങ്കിൽ ഒരുപാട് കാലത്തോളം നമുക്കിത് വീടുകളിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കും. ഇനിയിപ്പോ നമ്മുടെ കുട്ടികൾ വിദേശത്തൊക്കെയാണ് ഉള്ളതെങ്കിൽ അവർക്ക് പോകുമ്പോൾ കൊടുത്തുവിടാനും വളരെ തന്നെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് വീടുകളിൽ തയ്യാറാക്കി വെക്കുക. വളരെ നൈസായിട്ടാണ് നമുക്കിവിടെ പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും. ഇനിയിപ്പോ നമ്മുടെ വീട്ടില് വളരെ എളുപ്പത്തിൽ തന്നെ ഓരോ റെസിപ്പികൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി കുളിച്ച് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂട്ട കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.